ഓടിച്ചോണ്ടായ വണ്ടി എടുക്കേണ്ട പുറത്ത് ഇതിന്റെ ഇടയ്ക്ക് ഒരുത്തന്റെ കാറിന്റെ ബൽപ്പിലുണ്ട് ഒത്തിരട്ട് സ്റ്റിക്കർ. അവനോട് അല്ല ഇതെന്തിനാ ഇത്രയും സ്റ്റിക്കർ? അല്ല ഉസ്താദേ, ഡൽഹിയിൽ നിന്നും മഹാരാഷ്ട്രത്തൊന്നും ബാംഗ്ലൂരിനല്ലോ കാറ് കൊടുത്തിട്ട് ഇവിടെ കൊടുക്കുമ്പോ ഡോക്ടറെ വണ്ടി ചെല്ലിങ് ആൾക്കാരിനെ വേഗം തട്ടിട്ട് കൊണ്ടുവന്നു. ഏത് ഓന്റെ കയ്യിലുണ്ട് 8 സ്റ്റിക്കർ. കിലോമീറ്റർ തിരിക്കുന്ന സംവിധാനങ്ങളുമുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു. ഞാൻ വണ്ടി കച്ചവടക്കാരെ ചിത്തയാക്കിയതല്ല, പച്ചക്കറി കച്ചവടക്കാരും അങ്ങനെ തന്നെ, ഡ്രസ് കച്ചവടം, എല്ലാ കച്ചവട മേഖലകളോ കളവുകളെ കൊണ്ട് നിറഞ്ഞു പോയില്ലയോ? മുഅ്മിനേ, വളരെ സൂക്ഷിക്കണേ. ഓൺലൈൻ ബിസിനസ്സുകളിലേക്ക് ആളുകൾ ചേർക്കുന്നവർ അല്ലേ, പലജാതി ബിസിനസ്. അത് പോയി, കോയിന് പോയി, മറ്റത് പോയി, മറിച്ചത് പോയി, ഇന്നിടക്ക് കോയി വന്ന് ഭാര്യവാള വന്നു. എല്ലാത്തിലേക്കും നമ്മുടെ സമുദായോ പെട്ടെന്ന് വീണുപോയിട്ട് പൈസകൾ നഷ്ടപ്പെട്ടിട്ട് കള്ളം പറഞ്ഞിട്ടുള്ള കച്ചവടങ്ങൾ നല്ലതല്ല, കള്ളം പറഞ്ഞിട്ടുള്ള ഇടപാടുകൾ നല്ലതല്ല. കളവ് എവിടെയും പറയരുത്, മക്കളോടും പറയരുത്, മദ്രസ ഉസ്താദിനോടും പറയരുത്, ഒരാളോടും കളവ് പറയല്ല. സത്യം പറയലാണ് ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ ഏറ്റവും വലിയ വിശേഷണമെന്നല്ലേ. അല്ലാ അല്ലാ, നീ കാക്കണം അല്ലാ. പിന്നെ തർക്കുമാനായ നീ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ എവിടെയും ആവശ്യമില്ലാത്തതിൽ കൈകടത്തലില്ല. ആവശ്യമില്ലാത്തതിൽ കൈകടത്തൂല. ആവശ്യമുള്ളത് മാത്രമേ പറയൂ, ആവശ്യമുള്ളത് മാത്രമേ ചെയ്യൂ. ഒരു മഹാന്റെ ചരിത്രം ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഒരാളോട് നടന്നു പോകുമ്പോ ചോദിക്കുക, അല്ല സഹോദരാ, ഈ വീടിനെന്ത് വിലയുണ്ട്? അല്ലേ, നമ്മളൊക്കെ ചോദിക്കാറില്ലേ, എത്ര ചെലവായി, എത്ര തീർന്ന്? ചില ആളങ്ങനെ വയന്ന മറുപടി പറയും, എങ്ങനെ എല്ലാറെ കുറച്ചായിട്ട് ഒന്നിന്റെ ഉള്ളില് അങ്ങനെന്നൊക്കെ പറയലില്ലേ. അവർക്ക് പറയാൻ ഇഷ്ടമില്ലാത്തത് ചോദിക്കരുത്, വയസ്സ് ചോദിക്കരുത്, ശമ്പളം ചോദിക്കരുത്. നമുക്കതൊക്കെ ആവശ്യമാണോ? ആവശ്യമില്ലാത്തത് ചോദിച്ചു. ഈ വീടിനെന്ത് വിലയുണ്ട് ചോദിച്ചു. വീട്ടിലേക്ക് എത്തുമ്പോ ആ മഹാനുക്ക് തോന്നുകയാണ്, ആ വീടിന് എത്ര വിലയുണ്ട്, അതെന്റെ ആവശ്യമാണോ? ഞാൻ മുസ്ലിമല്ലേ, ഞാനത് ചോദിക്കാൻ പാടുണ്ടോ? ഞാനത് ചോദിച്ചത് ശരിയായില്ലല്ലോ. ഒരു കൊല്ലക്കാലോ ശരീരത്തിന് തണുത്ത വെള്ളം കൊടുത്തില്ല, പച്ചവെള്ളം കൊടുത്തില്ല. എന്നിട്ട് പറഞ്ഞിട്ട്, അടിയേ, നീ പഠിക്കണം, ആവശ്യമില്ലാത്തതിൽ നീ ഇടപെടരുത്, ആവശ്യമില്ലാത്തത് നീ ചോദിക്കരുത്, ആവശ്യമില്ലാത്തത് നീ പറഞ്ഞു പോകരുത്. നാവ് നല്ലോണം സൂക്ഷിക്കണം. ഉമ്മമാരൊക്കെ നേർച്ച വെക്കും അല്ലേ? ഈ നാട്ടിലെ നേർച്ച വെക്കല് നിങ്ങൾക്ക് എന്താ അർത്ഥം? നേർച്ച വെക്കലുണ്ട്, കൊടുക്കലുണ്ടാ? കൊടുക്കുന്നത് കുറെ സമയമായിട്ടാ. നിങ്ങൾ നല്ല ആട്ടായിരുന്നു. ഇത് ചില സ്ഥലത്ത് ആണുങ്ങൾ പിന്നെയും കൊടുക്കുന്നു, നേർച്ച വെക്കുന്നതും കുറച്ചോ. ഭാര്യ ജാഗ്രതയിൽ. പെണ്ണുങ്ങൾ അങ്ങനല്ല. ഈ അതിലപ്പുറത്തെ സീക്ക് ഇപ്പുറത്തെ വരുമ്പോ ഇപ്പുറത്തെ നേർച്ച ഇത്ര വെച്ചിട്ടായി വെക്കുന്ന നല്ല വിഷയമല്ല, ഇബാദത്താണ്, ഒക്കെയാണ്, മഹത്വം ഉണ്ടല്ലോ. കൊടുക്കുന്നില്ലേ? ഏനെ കൊടുക്കുന്നില്ല. പിന്നെ ഉസ്താദിനോട് കേൾക്കുന്നു, ഉസ്താദ് പാമ്പിന്റെ കിനാവ് കണ്ടെങ്കിൽ എന്താ അർത്ഥം? ശത്രുണ്ടോ? നല്ല നേർച്ച ബാക്കി ഉണ്ടാകും. ഇത് അങ്ങനെ ഇടക്കിടക്കല്ല പാമ്പ് കാണുന്നതിനോട് കുറച്ച് നേർച്ചല കിട്ടുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ചെല്ലാളി എന്നില്ല ഇതിന്റെ ഇടക്ക് ഒരാള് പറഞ്ഞാലോ, മീന് കിട്ടുന്നേയില്ല, കാളയിട്ടിട്ട് കിട്ടിയെങ്കിൽ ഉസ്താദിന് ഫാദി കൊടുക്കാം. വലിയ മീൻ കിട്ടി, ബിസ്മില്ലാഹ് ഇടുമ്പല്ല കിട്ടി, ഉസ്താദിന് കൊടുക്കുന്നല്ലേ. കിട്ടിയിട്ടാകുമ്പോൾ ഇയാൾക്ക് ബേജാറായി. ഞാൻ ഒരാൾ ഉസ്താദ് പറഞ്ഞാണ്, അള്ളാഹു അലം, കളവ സത്തൊന്നും എനിക്കറിയില്ല, ഞാൻ എന്നെ ഹിക്കായത്ത് ചെയ്യുന്നു. അങ്ങനെ എന്താ, ഇത് വലിയ മീൻ കിട്ടിയപ്പോ അയാൾ പറഞ്ഞാലാ, ഈന്നെന്താ ഉസ്താദിന് കൊടുക്കുന്നില്ല, ഉസ്താദ് നെക്സ്റ്റ് കിട്ടിയെന്ന് ഉസ്താദിന് കൊടുക്കാൻ. ചെല്ലണങ്ങ് മീൻ പയക്ക് 2ാമത് തുള്ളിട്ടാകുമ്പോൾ അയാൾ പറഞ്ഞാൽ, പഠിച്ചോ ഞാൻ കുസാലാക്കിയ വെള്ളജല്ല ഇന്നെ കൊടുത്തത്. അതിന്റെ ഈ രൂപത്തിലാണ് പെണ്ണുങ്ങളെ നേർച്ചല്ല, കൊടുക്കേയില്ല. ആടക്ക് മക്കാമിലേക്ക്, ഇടുക്ക് മക്കാമിലേക്ക്, സലാത്തിലേക്ക്, പള്ളിക്ക് നേർച്ച ഹക്കാണ്. അത് കൊടുത്തേ തീരു, ഫർളാണ്, നിർബന്ധമാണ്. ചെയ്യല് സുന്നത്താണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ഫർളാണ്. മുത്തുമുഅ്മിനീങ്ങളെ, എല്ലാ അർത്ഥത്തിലും നാവിൽ നിന്ന് ഒരു നാവിൽ ഫിർഔന് പറഞ്ഞിരുന്നെങ്കിൽ, ഈ കിട്ടിയ
കിട്ടിയ മൂസ എനിക്കും നിനക്കും കൺകുളിർമയാകുമെന്ന് ആസിയ ഉമ്മ പറഞ്ഞപ്പോ ഫിറഔന് പറഞ്ഞിരുന്നെങ്കിൽ ഫിറഔന് മുസ്ലിമാകുമായിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിറഔന് പറഞ്ഞു എനിക്ക് ഈ കുട്ടിയെ കൊണ്ട് ആവശ്യമില്ല. ആസിയ ഉമ്മ പറഞ്ഞു നമുക്ക് കൺകുളിർമയായാലോ. ഫിറഔന് പറഞ്ഞു ഇവനെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല. ഫിറഔൻ എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഫിറഔന് മുസ്ലിമാകുമായിരുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാവ് സൂക്ഷിക്കണേ ഉമ്മ. ശാപത്തിന്റെ വാക്കുകൾ പറയരുത്, മക്കൾക്ക് ശാപം വെക്കരുത്, ആരെയും ശപിക്കരുത്, ആർക്കും ശാപം വെക്കരുത്. ഉമ്മമാർ ഹലാക്ക് പിടിച്ചത് അല്ലേ, ചില പെണ്ണുങ്ങളൊക്കെ പറയില്ലേ എന്ത് ഹലാക്ക് പിടിച്ചത്, സല്ലാനത്ത്, ഷാവുൻ്റെത്, ഇതെല്ലാം ശാപത്തിന്റെ വാക്കുകളാകാം, നാശത്തിന്റെ വാക്കുകളാകാം. സല്ലാനത്ത് ലാനത്ത് ചോദിക്കലല്ലയോ, അതല്ലേ സല്ലാനത്ത് അല്ലേ. പെണ്ണുങ്ങൾ ഇങ്ങനെ ദിക്റെല്ലുന്ന പോലെ സല്ലാനത്ത് പറയാൻ, ഹലാക്ക് പിടിച്ചത് എന്ന് പറയാൻ, എന്ത് ഷാവിൻ്റെത് എന്ന് പറയാ. ഇതൊക്കെ മോശപ്പെട്ട വാക്കുകളാണ്. അതുകൊണ്ട് നാവിനെ നല്ലവണ്ണം ജാഗ്രത വെക്കണേ. അല്ലാഹുവേ തൗഫീഖ് നൽകണം അല്ലാഹ്. നാവ് സൂക്ഷിച്ചവനാണ് ലോകത്തോട് വിട പറയുമ്പോ ഷഹാദത്ത് ചൊല്ലിയിട്ട് മനോഹരമായിട്ട് റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്യാ ഭാഗ്യമുള്ളവരാരാ. നാവ് സൂക്ഷിച്ചവരാണ്. നാവിനെ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ്, നാവ് വല്ലാത്ത വിഷയമാണ്. നല്ലോണം നാവ് സൂക്ഷിക്കണേ. റമദാനാ വരാൻ പോകുന്നത്. റമദാൻ മല്ലന്നത് ഖൗലസൂരി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇങ്ങനെ നീ നാവിനെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ അല്ലാഹ്ക്ക് ആവശ്യമില്ല. എന്താവശ്യമില്ല? നിന്റെ പട്ടിണി വേണ്ട, നിന്റെ നിസ്കാരം വേണ്ട, നിന്റെ ഒന്നും വേണ്ട. അതുകൊണ്ട് നീ നാവിനെ നല്ലവണ്ണം സൂക്ഷിക്കണേ. വിജയിക്കാനുള്ള രണ്ടാമത്തെ വഴി ഏതാണെന്നറിയോ? അർ-റഹ്മാൻ, കാരുണ്യം ചെയ്യലാണ്. എല്ലാവരോടും എല്ലാത്തിനോടും കരുണ വേണേ, കാരുണ്യം വേണേ. അബൂബക്കർ ശിബിലി തങ്ങൾ സുഖലോക സ്വർഗത്തിലെത്തിയപ്പോ ഖാലിക്കായ റബ്ബ് ചോദിക്കുകയല്ല, അബൂബക്കറേ ഇത്രയും വലിയ സ്വർഗീയ മണിമാളിക കിട്ടിയല്ലോ, എന്തുകൊണ്ടായി സ്വർഗം കിട്ടിയത്, എന്തുകൊണ്ടായി നിയമത്ത് കിട്ടിയത്? അവർ പലതും പറഞ്ഞു. ഹജ്ജ് കൊണ്ട്, നിസ്കാരം കൊണ്ട്, ഇൽമു കൊണ്ട്, വഅദ് കൊണ്ട്. റബ്ബ് പറഞ്ഞില്ലേ അല്ല അല്ല, ഇതെന്തുകൊണ്ടുമല്ല കിട്ടിയത്. പിന്നെ കിട്ടിയത് എന്തുകൊണ്ടാണെന്നറിയോ? ബഗ്ദാദിന്റെ ഓരത്തിലൂടെ നടക്കുമ്പോ തണുത്തു പറക്കുന്ന പൂച്ചയെ കണ്ടിട്ട് നിങ്ങളുടെ തട്ടത്തിൽ അതിനെ പൊതിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആ പൂച്ചയോട് നിങ്ങൾ കരുണ കാണിച്ചിട്ട് പൂച്ചയെ പോറ്റി വളർത്തിയല്ലോ. ആ കാരുണ്യം മൂലമാ, ആ സ്നേഹം മൂലമാണ്, ആ കൃപ മൂലമാണ് ഞാൻ നിങ്ങളോട് ഈ സ്വർഗീയ മണിമാളിക കൊണ്ട് കാരുണ്യം ചെയ്തതെന്ന് ഖാലിക്കായ റബ്ബ് പറഞ്ഞില്ലയോ? വലിയ പണ്ഡിതനായ ആലിമായ ആബിദായ അബൂബക്കർ ശൈഖ് തങ്ങൾ അവർക്ക് അല്ലാഹു സ്വർഗം കൊടുത്തത് ഒരു നല്ല ബുദ്ധിമുട്ടുന്ന പൂച്ചയെ ശുശ്രൂഷിച്ചതിന്റെ പേരിലാണ്. ഇനി നാളെ ഇല്ല അങ്ങനെ പെണ്ണുങ്ങളെ കഴിയുന്നില്ല, പിള്ളേർക്ക് എല്ലാവർക്കും അങ്ങനെ പൂച്ച, ഒരു പൂച്ച അങ്ങനെ ഫറിന്റെ ഉള്ളിൽ ഇപ്പൊ പൂച്ച സ്വർഗം കിട്ടുന്നില്ല. എല്ലാം ബിസിയൊക്കെ നേരന്നെ സ്വർഗം കിട്ടുന്നു. ഈ മാതിരി പൂച്ചനെ കൊണ്ടൊരു പോറ്റിയെങ്കിൽ ഇയാൾക്ക് ഈ ഇവർക്ക് തിന്നാനിട്ട് തന്നെ ഇതിന്റെ ഇടക്ക് ഞാൻ കേട്ടെ പൂച്ചക്ക് വളർത്താൻ എത്ര 20,000 രൂപ ചെലവുണ്ട്. 4-5 പൂച്ച ഉണ്ട്, സിംഹം പോലത്തെ 20,000 രൂപ ചെലവുണ്ട്. അവന്റെ ഉപ്പ വൈദ്യങ്ങനെ നോക്കുന്നവനെ കണ്ണു മറിച്ചിട്ട് അങ്ങനെല്ലാം ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. എന്തെല്ലാം ഒട്രാസിയാക്കുന്നല്ല ചില പണ്ടൊരാള് ആജിയാർ മോലിത് വെച്ചോണ്ടായ ഇടലുണ്ടല്ലോ, മോലിതല്ലുണ്ടല്ലോ, അരഗണ്ട കാകണ്ട ഉണ്ടാവലാൻ തോന്നുന്നത്. ഈ തലയിലും മറിച്ചിട്ടെല്ലാം കാണുമ്പോൾ വർക്കത്തുണ്ട്, വർക്കത്താകട്ടെ. മൂല്യം തോന്നുമ്പോ ഉപ്പ പൂച്ചനെല്ലാം എന്താക്കുന്ന എടുത്തിട്ട് മൂടിട്ട് വെച്ചോണ്ട് ഉപ്പ മരിച്ചുപോയി. ചില ആളങ്ങനെയുണ്ട്, ഉപ്പ മരിച്ചെങ്കിലും ഉപ്പ കൊടുത്തോണ്ടായ 100 രൂപ തന്നെ കൊടുക്കുന്ന ഉപ്പാക്ക് ഖബറിൽ ബേജാറാവൂ. അന്നത്തെ 100 രൂപയ്ക്ക് 1 പൗൺ കിട്ടിക്കൊണ്ടായി. അന്ന് ഉപ്പ കൊടുത്തോണ്ടായ 100 രൂപയ്ക്ക് 1 പൗൺ.
ഇപ്പയാ അന്നത്തെ 100 റുപ്യ ആണെങ്കിൽ ഇപ്പൊ 5000 10,000 കൊടുക്കണം. അന്നത്തെ 100 റുപ്യ അല്ലേ, പണ്ടത്തെ 100 റുപ്യ വലിയ വിഷയമാണ്. അള്ളാഹു ബർക്കത്താക്കട്ടെ. കൊടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു പിന്നെയും ബർക്കത്തും റഹ്മത്തും ഏറ്റി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചില ആൾക്ക് അങ്ങനെ ടിപ്സ് കൊടുക്കുന്ന നേരത്തെ ബേജാറാന്നില്ല. സാമിയാന്റെ കൊടുത്തും ബേജാറാന്നില്ല. പിന്നെ സ്റ്റേജിൽ ഇരിക്കാൻ 5000 10,000 കൊടുത്തും ബേജാറാന്നില്ല. നോട്ടീസിൽ 10 ചെറുതിട്ടങ്ങ് 5 അതിനും ബേജാറാന്നില്ല. ഉസ്താദുമാർക്ക് കൊടുക്കുമ്പോ ഭയങ്കര ബേജാർ, പള്ളിക്ക് കൊടുക്കുമ്പോ ഭയങ്കര ബേജാർ, ദബ്ബിക്കിടുമ്പോ ഭയങ്കര ബേജാർ. എന്തേ ദബ്ബി കിട്ടത് ആരും കാണില്ല, ഇഷ്ടത്തിലെ ഉള്ളൊക്കെ പോന്നല്ലേ. അങ്ങനത്തെ അതല്ല, ദബ്ബിക്കിടുമ്പോൾ സന്തോഷമാണ്. അൽഹംദുലില്ലാഹ് ആരും അറിയാത്ത സീക്രറ്റായ സദഖ. റമളാൻ മാസത്തിൽ പോയി ഉസ്താദിന് 5000 10,000 കൊടുക്കുന്ന ആൾക്കാരുണ്ടാകും. അത് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം. അൽഹംദുലില്ലാഹ് ആരും അറിയുന്നില്ലല്ലോ. ഇതങ്ങനല്ല. 200 രൂപ മടക്കി ഞാൻ ഉസ്താദിനെ കിട്ടിനാവോ, ഞാൻ ഉസ്താദിനെ കണ്ടിട്ട് വന്നു. ഉസ്താദിനെ കണ്ടില്ല, കാണാത്ത ആര് കാണാത്ത ഉസ്താദിനെ, ഇത്ര വലിയ ഉസ്താദിനെ മുണ്ടാസും കണ്ടിട്ട് മീറാബിൽ നിൽക്കുന്ന ഉസ്താദിനെ ആര് കാണാത്ത. ഈ 200 രൂപ തന്നെ അടുത്ത കൊല്ലോട് ചോദിച്ചു, ഞാൻ റമളാനിൽ കണ്ടിന്യൂ ഉസ്താദിനെ. അങ്ങനെ നിങ്ങളൊന്നും അങ്ങനെ ആയിരിക്കും. അല്ലാഹു ബർക്കത്താക്കട്ടെ. എങ്ങനെ രഹസ്യമായി കൊടുക്കുന്നതിൽ സന്തോഷവും പരസ്യമായിട്ട് സക്കാത്തൊക്കെ ആവാം. സൂക്ഷിക്കണേ മുഅ്മിനീങ്ങളെ. ഞാൻ വിശദീകരിച്ചുകൊണ്ട് പറയല്ല. അങ്ങനെ ഉപ്പ മരിച്ചിട്ട് പോയി, മോന് മൗലിദാക്കി. അവരോ ചില ഉപ്പ പൂച്ചനല്ലോ ഒക്കെ ഉപ്പാക്കിയ പോലെ തന്നെ ആക്കുന്നത്. ഓന്റെ പേരിൽ പൂച്ചെന്തില്ല. ഓ അപ്പുറത്തല്ല ആരെന്നോ പരന്ന് പോയിട്ട് പൂച്ചനെ കൊടുത്തിട്ട് മോലി തോതുമ്പോ കുരിയലിട്ടിട്ട് മൂടിയിട്ട് വെച്ച്. ഉസ്താദ് കേട്ടാലേ എന്തരാത്, അത് പൂച്ച അല്ല ഉസ്താദ് മരിച്ച ഉപ്പാക്ക് പൊരുത്താവോ? എന്ത് പൊരുത്താവോ? ഉപ്പ മോലി തോതുമ്പോ എതിറിൽ പൂച്ചന്റെ കുരിയാടെ ഇട്ടിട്ട് 2 പൂച്ചനെ ഇട്ട് വെച്ചോണ്ടായി. അപ്പൊ ഇതോടൊന്ന് പൂച്ച, ഇത് അപ്പുറത്ത് ഇപ്പുറത്ത് എത്ര കഷ്ടം വന്നു ഉസ്താദ്. 2 പൂച്ച ആര് തരുന്ന? എന്ത് വിഷയം? അല്ല മരിച്ച ഉപ്പാക്ക് പൊരുത്താവാലോ. ഇത് വിഷയം നിന്റെ. പണ്ട് അയാൾ കുരിയലിട്ട് വെച്ചിനൊക്കെ ആചാറ്. എന്തിനു വെച്ചിനെ? മൗലിദോദ്ദമിലെ ഹലക്കയിൽ പരന്റെ പൂച്ച അപ്പുറം ഇപ്പുറം പോയിട്ട് മുസീബത്താ നജസാക്കിയിരുന്നായിട്ട് ഇതിനെ കുരിയലിട്ടിട്ട് മൂടിയിട്ട് വെച്ചിന്. ഉപ്പ മരിച്ചല്ലേ, ഉപ്പാക്ക് മരിച്ച ഖബറിൽ ബേജാറാവണ്ടായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പൂച്ചനോട് കുരിയലിട്ടിട്ട് മൂടിയിട്ട് വെച്ചിന്. ഉപ്പാക്ക് വരുത്താവേല. ചില ആള് റോഡ് കേട്ടെങ്കിൽ ചെന്നങ്ങനെ റോഡ് തരാഞ്ഞ് മോശമില്ല, മരിച്ച ഉപ്പാക്ക് വരുത്താവേല. മരിച്ച ഉപ്പ ഖബറിൽ ബന്ധമുണ്ട്, റോഡ് കൊടുത്ത സലാമത്താവും അല്ലേ. ഇതിന്റെ ഇടയ്ക്ക് ഒരു പള്ളിക്ക് സ്ഥലം കേൾക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടാകുമ്പോ ഓർ ചെല്ലി അങ്ങനെ പള്ളിക്ക് തെരഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ബേജാറുണ്ടായിട്ടാലും മരിച്ച ഉപ്പാക്ക് വരുത്താവേല. വേറൊന്നുമില്ല, കരഞ്ഞു മനസ്സിലായി. പള്ളിക്ക് ഒരു സെന്റ് സ്ഥലം വിടാൻ വേണ്ടി കേൾക്കാൻ പോകുമ്പോ എനിക്ക് ഉപ്പാനെ ഓർമ്മ. സുബ്ഹാന ജല്ല ജലാലു. അതുകൊണ്ട് പൂച്ച എന്ന് പറഞ്ഞിട്ട് നാളെ പുരയിൽ പോയിട്ട് എല്ലാരും പൂച്ച വളർത്താൻ നിൽക്കണമെന്നല്ല. കാരുണ്യമാണ്, സ്നേഹമാണ്. ഉപ്പയോട് ഉമ്മയോട് അയൽവാസികളോട് കുടുംബങ്ങളോട് സ്നേഹവും കടപ്പാടും ബഹുമാനമില്ലാത്തവൻ 1000 പൂച്ചകൾ വളർത്തിയാലും സ്വർഗം കിട്ടാൻ പോകുന്നില്ല, അള്ളാഹുവിന്റെ രക്ഷ കിട്ടാൻ പോകുന്നില്ല. കാരുണ്യം ചെയ്യേണ്ടിടത്ത് ചെയ്യണം. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ വീട്ടിലേക്ക് കക്കാൻ വന്ന കള്ളനോട് പറഞ്ഞു, മോനെ അത് വേണ്ട, ആ ഗോതമ്പിൽ കല്ലുകളുണ്ട്, അത് വൃത്തിയാക്കിയതല്ല, അതിനെ പൊടിക്കാൻ പണം വേണം. അതുകൊണ്ട് നീ എന്ത് ചെയ്തു എന്നറിയോ? പൊടിച്ചു വെച്ച നല്ല 1 തരം ഗോതമ്പുണ്ട്, ഞാൻ അടുത്ത് തരാലോ. അവിടെ വിളിച്ചത് യാ സയ്യിദി, ബറക്കത്താക്കപ്പെട്ടവനാണ്. ആര്? പാടിരാണേരത്ത് വീട്ടിലേക്ക് കക്കാമണ്ണ കള്ളൻ. ആ കള്ളനെയാ വിളിച്ചത്. നമ്മളാ അതിരമോണെ ഇതിരമോണ അല്ലെ, വായി തുറക്കുന്ന അങ്ങനത്തെ വിളിയല്ലേ വീട്ടിലേക്ക് കക്കാമണ്ണ കള്ളനെ വിളിച്ചത്. യാ സയ്യിദി, സ്വർഗത്തിൽ പോകുന്ന മഹാന്മാർ വിജയിച്ച ആളുകളുടെ ലക്ഷണമതാ. അവർ വിളിച്ച വിളിയാളം കണ്ടില്ലേ, ബർക്കത്താക്കപ്പെട്ടവനെ. എന്നിട്ട് അവനോട് മാപ്പ് ചോദിച്ചു. അതുപോലെ വേറെയുമുണ്ട്. ആ പശു കക്കാൻ വന്നപ്പോ പറഞ്ഞു, മോനെ അത് വേണ്ട, വെലിഞ്ഞൊട്ടിയ പശുവാ, നമ്മുടെ പശു നല്ല തടിച്ചു കൊഴുത്ത പശുണ്ട്, അയച്ചു തരാലോ. അവനെയും വിളിച്ചത് ബഹുമാനത്തോടെയാണ്, ആദരവോടെയാണ്. ഇപ്പല്ല പണ്ടേണ്ടി വയ്യ വെക്കുന്ന പരിപാടി. ഇതിന്റെ ഇടക്ക് ഒരു ജാതി കട്ടിഞ്ഞാന്നിയുടെ പരിസരത്ത് എവിടെയോ നമ്മളെ ഒരു ഉസ്താദ് പറഞ്ഞു, അങ്ങനെ അമ്പലത്തിലെ കളക്കിയ 4 കിണ്ടലിന്റെ മൂരി അതിനെയും കൊണ്ടുപോയി. സുബ്ഹാൻ, ഒരു പേടിയും പത്രാസും ഇല്ലാത്തൊരു കൗമായി പോയല്ല. സുബ്ഹാന ജല്ല. പാടില്ല മുമ്പിനെ. കാരുണ്യം തന്നെ ഓമ്നിയിൽ 4 പോത്തിനെയും മൂരിനെയും ഇങ്ങനെ ഇരിക്കണ്ട. ഉസ്താദ് എന്തോ സംഗീ എന്തല്ല അല്ല പൊറുക്കല. അറക്കുമ്പോഴെങ്കിലും നല്ല മൂർച്ചയുള്ളത് കൊണ്ട് അറക്കണേ എന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം.
കട്ടയിറച്ചിയൊക്കെ വലിയ മുസീബത്താണ്. അമ്പലത്തിൻ്റെതാവട്ടെ, മുസ്ലിമിൻ്റെതാവട്ടെ, ഹിന്ദുവിൻ്റെതാവട്ടെ, അതിനോടെല്ലാം കാരുണ്യം, മൃഗങ്ങളോടെല്ലാം കാരുണ്യം. തിന്നാതിരിക്കലല്ല കാരുണ്യം, ആവശ്യമുള്ള തിന്നാം, പക്ഷെ ജീവനോടെ അതിന് കാരുണ്യമല്ലാതെ പെരുമാറരുത്. അതിനെ കൊണ്ടുപോകുമ്പോ കാരുണ്യമില്ലാത്ത ശൈലി കൊണ്ടുപോകരുത്. കട്ടെടുത്തത് തിന്നുപോകരുത്. മുഅ്മിനീങ്ങളെ, എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം വേണം. മീൻ തിന്നണ്ടാണല്ല, ഇറച്ചി കഴിക്കണ്ടാണല്ല, അല്ലാഹു ഹലാലാക്കിയതൊക്കെ കഴിച്ചോ. പക്ഷേ കോഴിയിറക്കുന്ന ശൈലികൾ എങ്ങനെയാ, എന്ത് രൂപത്തിലാ കോഴിയിറക്കുന്നത്, എന്തൊരവസ്ഥകളൊക്കെയാണ്. വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരുണ്യമുള്ളവനോട് അല്ലാഹു കരുണ ചെയ്യുന്നു. അവൻ ദുനിയാവിൽ വിജയിക്കുന്നു, അവൻ ആഖിറത്തിൽ വിജയിക്കുകയാ. ചരിത്രത്തിലെല്ലാം ഉള്ളത് കരുണയുള്ളവർ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ധാരാളം കരുണ ചെയ്യുന്നവർക്ക് അല്ലാഹു ധാരാളം കരുണ ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാവരോടും കരുണ വേണം, എല്ലാവരോടും അല്ലേ. ഉമ്മമാർ നമ്മുടെ വീടുകളിലും പരിസരത്തിലുമുള്ള മക്കളോട് കരുണ വേണം. ഉമ്മയോട് ഉപ്പയോട് കരുണ വേണം. ഭർത്താവിന്റെ ഉമ്മയോട് ഭർത്താവിന്റെ ഉപ്പയോട് കരുണ വേണോ. എല്ലാവർക്കും കാരുണ്യം ചെയ്യണം. വയസ്സായി വരുന്ന ഉപ്പമാർ റിജക്ട് ചെയ്യപ്പെട്ട കാവൽക്കാരായിട്ട് വീട്ടിന്റെ കാവൽ പട്ടാളം പോലെ കുത്തിരിക്കേണ്ട ആളല്ല. പണ്ട് ഉപ്പാന്റെ കഷ്ടപ്പാട് കൊണ്ട് ഉപ്പ സിയാറത്തിന് പോയിട്ടില്ല. പണ്ടുപ്പാന്റെ കൂലിപ്പണിയുടെ ജോലിയുടെ കച്ചവടത്തിന്റെ തിരക്കില് ഉപ്പ അജ്മീർ കണ്ടിട്ടില്ല, ഉപ്പ മുത്തുപേട്ട കണ്ടിട്ടില്ല. ഈ മക്കളൊന്ന് ഉഷാറായിട്ട് വേണമെന്ന് സുഖിക്കാൻ, എന്റെ മക്കളുടെ സന്തോഷം കണ്ടിട്ട് വേണമെന്ന് സുഖിക്കാൻ. ആ ഉപ്പാനെ വീട്ടിൽ നിർത്തിയിട്ട് ചുറ്റിക്കറങ്ങാൻ പോകല്ല മക്കളെ. സഹോദരി, ഉപ്പാനെ ഒഴിവാക്കിയിട്ട് ഉപ്പാക്കും കാണാലോ നാടുകളല്ല. ഉപ്പാക്കന്റെ ഊട്ടിയില് ഹറാമോ, ഉപ്പാക്കന്റെ മറ്റുള്ള പ്രദേശങ്ങൾ താജ്മഹൽ കാണാൻ പാടില്ലെന്നോ? ഇല്ലല്ലോ. നിന്റെ ഉപ്പ നിനക്ക് വേണ്ടി ചെയ്ത ത്യാഗം വലുതാണ്, ചെറുതല്ല. ഉമ്മാക്ക് ഫോൺ വിളിക്കുന്ന മക്കള് ഉപ്പാട് സംസാരിക്കാതെ ഫോൺ കട്ട് ചെയ്യില്ല മക്കളെ. ഉപ്പയുടെ മനസ്സിൽ ഒരുപാട് കൊതികളുണ്ട്. ഉമ്മാന്റെ മഹത്വം ഞാൻ കുറക്കുകയല്ല, ഉമ്മാക്ക് മഹത്വമുണ്ട്. പല മക്കളും അത് അറിയുന്നവരാണ്, പാലിക്കുന്നവരാ. പക്ഷേ അവര് മറക്കുന്നൊരു ജീവിയുണ്ട് വീട്ടില്. വയസ്സായ ഉപ്പാനെ മറന്നുപോവുകയാണ്. ഒരു കാര്യവുമില്ല, അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുകയില്ല. നീ ഒരിക്കലും വിജയിക്കാൻ പോകുന്നതേ ഇല്ല. വീട്ടിലുള്ള വയസ്സായ ഉപ്പാനെ പറ്റിയിട്ട് 74 വയസ്സുള്ള ഒരു ഉപ്പനോട് പറയണം, താഴെ മക്കളുണ്ട്, അവർക്ക് ജോലിയുണ്ട്, പണമുണ്ട്, എല്ലാമുണ്ട്. ഞാൻ ചോദിച്ചു, സുഖല്ലേ? എന്ത് സുഖം? എനിക്കൊന്ന് മുസല്ലയിൽ ഒരു 10 റുപ്യ ഇടാൻ കൈനീട്ടി വന്നവനൊരു 10 റുപ്യ കൊടുക്ക, പേരമക്കൾക്ക് ഒരു മിഠായി കൊടുക്ക. എന്റെ കയ്യിലൊന്നുമില്ല ഉസ്താദേ, മക്കള് തരാറുമില്ല. ഉപ്പാന്റെ സങ്കടമാണ്, ഉപ്പാന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള കേടമാ. പൊന്നുമക്കളെ, ഉപ്പാന്റെ മനസ്സ് വായിക്കണേ. ഉപ്പ വീട്ടുകാക്കണ്ടവനല്ല, ഉപ്പ മക്കളെ സ്കൂളിൽ മദ്രസയിൽ കൊണ്ടേക്കാൻ മാത്രമുള്ളവനല്ലോ. നിങ്ങളെ കാണും വലിയ ത്യാഗം ചെയ്തിട്ടാ നിങ്ങളുടെ ഉപ്പമാർ നിങ്ങളുടെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്റെ ഉപ്പാക്ക് സ്വത്തില്ലാന്ന് പറഞ്ഞിട്ടോ, ഉപ്പാക്ക് സൗന്ദര്യമില്ലാന്ന് പറഞ്ഞിട്ടോ, ഉപ്പാക്ക് വയസ്സായി എന്ന് പറഞ്ഞിട്ടോ, പൊന്നുമക്കളെ, നിങ്ങൾക്കും വയസ്സാകാനുണ്ട്, നിങ്ങളും ഉപ്പയാകാനുണ്ട്, നിങ്ങളുടെ മക്കൾക്കും കല്യാണം കഴിയാനുണ്ട്. അതുകൊണ്ട് കാരുണ്യമായ ഏറ്റവും വലിയ കാരുണ്യം ഉപ്പയോട് ചെയ്യുന്ന, ഉമ്മയോട് ചെയ്യുന്ന കൃപയും കാരുണ്യവുമാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉപ്പമാർക്ക് ദീർഘായുസ്സ് നൽകണം. അല്ലാഹ്, മരിച്ചുപോയ ഉമ്മ ഖബറിൽ കടന്ന് കാക്കുന്നുണ്ട്. പള്ളിയുടെ പണി തുടങ്ങിയിട്ടുണ്ട്. എന്റെ പൊന്നുമക്കള് പള്ളിക്ക് വേണ്ടി വല്ലടും കൊടുക്കുവോ? എന്റെ പെണ്ണുമക്കള് പള്ളിക്ക് വേണ്ടി വല്ലടും കൊടുക്കുവോ എന്ന് ഉമ്മ ഉപ്പ 6 അടി മണ്ണാകുന്ന ഖബറിൽ കടന്നിട്ട് ഓരോ വെള്ളിയാഴ്ച രാത്രികളും ഖബറിലേക്ക് വിധിക്കപ്പെടുന്നുണ്ട്. ഇവിടെ മനോഹരമായ പള്ളി വരുമ്പോ സഹായിക്കണേ മുഅ്മിനേ. മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ, മരിച്ചുപോയ ഉപ്പാന്റെ പേരിൽ ജീവിച്ചിരിപ്പുള്ള ഉപ്പാക്ക് ദീർഘായുസ്സിന് ആഫിയത്തിന്, ഉമ്മാക്ക് ദീർഘായുസ്സിന് ആഫിയത്തിന് കൊടുത്താ
നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് സദഖ ചെയ്യാതിരിക്കില്ല, നിങ്ങൾക്ക് ദുആ ചെയ്യാതിരിക്കില്ല, നിങ്ങൾക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യാതിരിക്കില്ല. അല്ലാ അല്ലാ മക്കളെ സാലിഹീങ്ങളാക്കണം അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിന് ഉപ്പാരും ശ്രദ്ധിക്കണം. മക്കൾക്ക് വയസ്സാകുമ്പോ കെട്ടിച്ചു കൊടുക്കണം. ആൺമക്കൾക്ക് പെണ്ണുമക്കൾക്ക് എല്ലാരും ഉസ്താദെ വയസ്സായി 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 ദ്വാരക്കണം. ഇന്ന് വരെ ഒരു വയലിന് വേണ്ടി ഉസ്താദെ എന്റെ ആണുമോൻക്ക് നല്ല സ്വാലിഹത്തായ ഒരു പെണ്ണ് കിട്ടാൻ വേണ്ടി ദ്വാരക്കണം എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ആ ഉദ്ദേശമില്ല. മോളെ കെട്ടിക്കണം, മോളെ കെട്ടിക്കണം, മോളെ കെട്ടിക്കണം അല്ല. 25 വയസ്സിന് മുമ്പേ ആൺമക്കൾക്ക് കല്യാണം കഴിക്കാൻ പറയണം. പറഞ്ഞ് എങ്ങനെയെന്ന് കേട്ടെങ്കിൽ ഇടക്കൊരുത്തിൽ ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു ഉസ്താദ് എങ്ങനെ ഉപ്പാനെ ചെലിട്ട് ശരിയാക്കി ഉസ്താദ്. ഞങ്ങൾക്കൂടെ പാലക്കാരത് ചെലിട്ട് തന്നിട്ടില്ലാവാ. ഇനി നാളെ നിങ്ങൾ കേൾക്കണ്ട നിങ്ങൾ മറ്റു ഉസ്താദിനെ ടൈറ്റാക്കിയത് അല്ല. ഞങ്ങളാരും ബന്ധപ്പെട്ടിട്ടേ ഇല്ല. ഞാനും എല്ലാം പോയിട്ട് പറഞ്ഞ അയാളോട് അല്ല ഇതാ നിങ്ങളെ മോനി മംഗലെടുക്കുന്ന എന്റെ മോനിയാ ഇത് കബറുയിക്കണ നല്ല കേട്ട മംഗലം കഴിക്കണ ഇല്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഒരു കടമുണ്ട്, നിങ്ങൾ ചോദിക്കണം നിങ്ങളെ മോനോട് മംഗലം കഴിക്കുന്ന. അയാള് പറഞ്ഞു ഇപ്പൊ വേണ്ട ഉസ്താദ്, ഇപ്പൊ മന്ത്ലി കറക്റ്റ് തരുന്നു, മാസം നയിച്ചിട്ട് മാസം തരുന്നു. കുറച്ച് പോട്ടിങ് തന്നെ. പിന്നെ മംഗലം എന്ത് കിട്ടാല, ഇതെന്ത് കിട്ടാല. പിന്നെ മംഗലത്തിന് കുറെ ചെലവ്, അതിന് ചെലവ്, കുറച്ച് കഴിയുമ്പോ അപ്പത്തിന്റെ മംഗലത്തിന്, പിന്നെ തൊട്ടിലിട്ടാനും, പിന്നെ ഡെലിവറി ചെലവ്. ഇതെല്ലാം ആയിട്ടാ മോൻ ചെല്ലു. ഞമ്മക്കിടെ വന്ന മരിയോള് ചെല്ലു. ഞമ്മക്കൂടെ ഉമ്മാന്റെ അടുത്ത് ഉപ്പാന്റെ താന്നില്ല, ഞമ്മ ഫ്ലാറ്റിലേക്ക് പോയിട്ട് എടുത്തോണ്ട് പോവാന്. അതും ഇല്ല. ഇരിക്കട്ടുസ്താദ് അർജന്റ് ആക്കണ്ട. ഉപ്പ മോനുള്ളിൽ നിന്നിട്ട് കാക്കുന്നുണ്ട്, ഇത് വിസ പാസ്സാന്ന് ഉസ്താദ് ചെലിട്ടെങ്ങനെ കേൾക്കും. ഞാൻ പറഞ്ഞ അങ്ങനല്ല, നിങ്ങളൊരു കടമയുണ്ട് ചോദിക്കണ്ടേ. വയസ്സായിനല്ല മോൻക്ക് ആഗ്രഹം ഉണ്ടാകും. അങ്ങനത്തെ വിഷയത്തിലല്ലേ ഞമ്മ ചെലിട്ട് നീ എന്താക്കണ്ട, ഓർമ്മയാക്കുന്ന വേണ്ട. മോൻ ചെലിട്ടാണ് ഞാൻ ഇയാളോട് കൊണ്ടുവന്നത്. ഉപ്പാട് ഞാൻ ചില ആയെങ്കിലും കേക്കി നോക്കാൻ അങ്ങനെ അവന്റെ പേര് ചെലിട്ട് വിളിച്ചു. പേര് ചെന്നല്ല ലൈവ് നോക്കുന്നുണ്ടെങ്കിലും എന്ത് പാപ്പാ അങ്ങനെ കേട്ടെങ്ങോ എന്ത് ചെന്ന ഒക്കുമ്പോ ഞാൻ അങ്ങനെ ചെന്ന ഇയാള് കേട്ടെന്ന് ഇല്ല ഉസ്താദ്. അപ്പൊ ചെന്ന അല്ല കാത്ത് അയാള് ബുദ്ധി വേണ്ട. ഫോട്ടോ ഉസ്താദ് ഗൾഫിലേക്കല്ല പോയിട്ട് പറ്റ പൈസ അങ്ങനെ ആക്കാൻ പാടില്ല. ചതി ഉണ്ടാക്കാൻ പാടില്ല. മക്കൾക്ക് വയസ്സാകുമ്പോ പെണ്ണുമക്കൾക്ക് താല്പര്യം എടുക്കുന്ന പോലെ ആൺമക്കളോട് എന്ത് പറയണം, നിങ്ങളിൽ പൈസ ഉണ്ടെങ്കിൽ ആനന്ദി എന്റെ എന്തോ അധ്യക്ഷനൊന്നുമില്ല. അങ്ങനല്ല എന്റെ മോൻ മംഗലയക്കുമാനെ എന്തെങ്കിലും ചില്ലറുണ്ട് ഞാൻ തരാം, നീവിനുണ്ടെങ്കിൽ തന്നങ്ങ് മതി. അങ്ങനെ പെണ്ണുമക്കൾക്ക് ചെയ്യുന്ന പോലെ ആൺമക്കളോടും സ്നേഹത്തിൽ വർത്തിക്കാൻ കഴിയണം. മംഗലം കഴിഞ്ഞെങ്കിലും അല്ലെങ്കിലും ആൺമക്കളെയും പെണ്ണുമക്കളെയും ഭേദഭാവ തിരിച്ചിട്ട് കാണാൻ പാടില്ല. ഇതങ്ങനല്ല. ഉമ്മാർക്കും ഉപ്പാർക്കും ഒരേ ബേജാറ്. മോള് വായിച്ചേർത്ത് സമാധാനമില്ല, മോളെ അമ്മായി ജോറു, ഐമാന്റെ കിരികിരി, കൂടെ ഈമാന്റെ കിരികിരി, ഈ മാമിന്റെ കിരികിരി, ഇതിന്റെ വിഷയം തന്നെ ഇല്ല. ഏത് ഇതേപോലത്തെ ഒരു മോള് മോന്റെ അടുത്തേക്ക് വന്നിനി, ഓളയാ എന്ത് റെസ്റ്റാ? ഞാൻ 12 റെസ്റ്റ് എടുത്തിട്ടില്ല, നിങ്ങക്ക് എന്ത് റെസ്റ്റ്? ഇപ്പോഴേ തുടങ്ങിയ റെസ്റ്റ്? എന്ത് റെസ്റ്റ്? ആ ദാക്കട്ട ശരിയില്ല, വേറെ ദാക്കട്ടത്തേക്ക് പോന്നിട്ട് മോള് വന്ന് 2 മാസം കഴിയുമ്പോ ഇതാ നീ എന്ത് പണി എടുത്തിട്ടുണ്ടാ, നീ റെസ്റ്റ് എടുത്ത്. ഏത് ഇപ്പൊ പണിയെടുക്കാൻ കായല്ല, ഡാക്ടർ ചെല്ലല്ലേ നേരെ ശരി അപ്പുറത്തേക്കൊന്ന് ഇപ്പുറത്തേക്കൊന്ന്. ആ രൂപത്തിൽ ഇതെല്ലാം മക്കൾ നാളെ തിരിച്ച് കളാവിട്ടു. ഇതൊക്കെ അവരുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് മുത്തുമുമ്മിനീങ്ങളെ എല്ലാവരോടും കരുണയുള്ളവരാകണം. എല്ലാവരോടും കരുണയുള്ളവർ, അവർ അല്ലാഹുവിന്റെ കരുണക്ക് അർഹരാ. അവർക്ക് റബ്ബിന്റെ കരുണ കൊണ്ട് സ്വർഗം കിട്ടുകയാണ്. അതുകൊണ്ട് ഉമ്മമാരെ ഉപ്പമാരെ ധാരാളം കരുണ ചെയ്യണേ. പിന്നെയോ അസ്സദഖ, വിജയിക്കാനുള്ള 3ാമത്തെ വഴി സദഖയാണ്. ധാരാളം സദഖ ചെയ്തോ. ചെയ്യുന്ന സദഖ അല്ലാഹുമ്മ അതി മുൻഫിഖൻ ഖലഫാ, കൊടുക്കുന്നവർക്ക് നീ പിന്നെയും പിന്നെയും കൊടുക്കുക. അല്ലാഹ് സദഖ ചെയ്തോ മുഅ്മിനീങ്ങളെ. ധാരാളം ചെയ്യുന്ന സദഖകളില്ലേ ഖബറിന്റെ അദാബിനെ തൊട്ട് രക്ഷപ്പെടണോ. അബുൽ ലൈസ് സമർഖന്ദി തങ്ങൾ പറയുകയാ, നീ ചെയ്ത സദഖ ഇല്ലേ ഖബറിൽ രക്ഷയാണ്. മഹ്ശറയിലോ നിന്നെ സ്വർഗം വരെ കൊണ്ടെത്തിക്കുന്നതാണ് സദഖ. ജാരിയായ സദഖയില്ലേ, മരിച്ചാലും നിലനിൽക്കുന്ന സദഖയില്ലേ,
പള്ളിയാകുമ്പോ മദ്രസയാകുമ്പോ അതിനൊരു കല്ല് കൊടുത്തോ, അതിന് പൊയ്യ കൊടുത്തോ, അതിന് സിമന്റ് കൊടുത്തോ, അതിന് കരണ്ട് കൊടുത്തോ, അതിന് എന്ത് നീ കൊടുത്താലോ എത്ര കൊല്ലങ്ങളോളം അത് ബാക്കിയാകുമ്പോ 10-60 കൊല്ലങ്ങൾ ബാക്കിയാകുമ്പോ കാലാകാലം ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ജാരിയായ സ്വതക്ക പെരുപ്പിച്ചോ. ആഫത്തുകൾക്കുള്ള കാവലാണ്, ബുദ്ധിമുട്ടുകൾക്കുള്ള കാവല, രോഗങ്ങൾക്കുള്ള കാവല, എല്ലാ ആഫത്തും മുസീബത്തുകൾക്കുള്ള കാവലാണ് സ്വതക്ക. ആരും അറിയാതെ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുകയാണ്. ആരും അറിയുന്നില്ല ഈ സ്വതക്കയുടെ കൂലി, ആരും അറിയുന്നില്ല രഹസ്യമായ സ്വതക്കാന്റെ കൂലി. എല്ലാ അല്ലാഹു തന്നതിൽ നിന്ന് നീ സ്വതക്ക ചെയ്യുമ്പോ, ധാരാളം കൊടുക്കുമ്പോ, ദാനധർമ്മം ചെയ്യുമ്പോ വലിയ വലിയ ആഫത്തുകളെ തൊട്ട് കാവലാകുന്നു. രോഗങ്ങൾ അല്ലാഹു തടുക്കുന്നു, ആക്സിഡന്റുകളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുന്നു, മാറാവ്യാധികളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുന്നു. എല്ലാത്തിനുമുള്ള കാവല് സ്വതക്കയാ മുഅ്മിനേ. ഫഅസ്സദ്ദഖ വഅകും മിനസ്സാലിഹീൻ. മരിക്കുന്ന നേരത്ത് പറയുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? കുറച്ചങ്ങ് ചിന്തിച്ചാ ഞാൻ സ്വതക്ക ചെയ്യാമല്ലാ. മരിക്കാൻ കിടക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ ഒരു മനുഷ്യൻ പറയുന്ന പറച്ചില്, യാ അല്ലാഹ് ആയുസ് നീട്ടി തന്നാൽ ഞാൻ സ്വതക്ക ചെയ്തു കൊള്ളാമല്ലാ. ഞാൻ ഹജ്ജ് ചെയ്യാനല്ല, നോമ്പെടുക്കാനല്ല, നിസ്കരിക്കാനല്ല, ഞാൻ സ്വതക്ക ചെയ്യാമല്ലാ. മരിക്കലോടുകൂടെ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. എല്ലാം കാണുന്ന കണ്ണിന്റെ ആ അകക്കാഴ്ച തുറക്കുന്ന നേരത്ത് അപ്പോഴാ മനസ്സിലാകുന്നത് സ്വതക്കയുടെ മഹത്വം അറിയണോ. മരണത്തോട് മല്ലിടുന്ന നേരമാകണം, 6 അടി മണ്ണിനടിയിൽ കിടക്കുന്ന സമയമാകണം, മഹ്ശറയുടെ മുറ്റത്തെത്തണം. അപ്പോഴാ കൊടുത്ത പള്ളിക്ക് കൊടുത്ത കല്ലുകൊണ്ട്, പള്ളിക്ക് കൊടുത്ത സിമന്റ് കൊണ്ട്, പള്ളിക്ക് കൊടുത്ത മറ്റു സഹായങ്ങളെ കൊണ്ട് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന. അല്ലാഹു അവന് സ്വർഗീയ കൊട്ടാരം പണിഞ്ഞു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സദഖ ചെയ്തു, പേരിനല്ല, പ്രശസ്തിക്കല്ല, പ്രസിഡന്റ് ആകാനല്ല, കമ്മിറ്റിയാകാനല്ല, അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരും ആഗ്രഹിച്ചു പോകല്ല. സ്ഥാനമാനങ്ങളുടെ കൊതി മുസീബത്താ. പ്രസിഡന്റ് ആകണമെന്ന കൊതി അത് നല്ലതല്ല. സെക്രട്ടറി ആകണമെന്ന കൊതി അത് നല്ലതല്ല. പ്രസിഡന്റ് ആകാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുന്ന കാലഘട്ടമാണ്, മെമ്പറാകാൻ പണം കൊടുക്കുന്ന കാലഘട്ടമാണ്. നീ എന്റെ പേര് വിളിച്ചാ ഞാൻ നിന്റെ പേര് വിളിക്കാണ് പറയുന്ന കാലഘട്ടമാണ്. ഞാൻ പ്രസിഡന്റ് ആയാൽ എന്നെ സെക്രട്ടറി ആക്കാണ് പറയുന്ന കാലഘട്ടമാണ്. വീട് വീടാണ്ടര മീറ്റിങ്ങുകളാ. പള്ളിയുടെ ജനറൽ ബോഡി വിളിച്ചിട്ടില്ല, സമയമാകുന്നല്ലേ ഉള്ളൂ. ആര് ഭരിക്കണം, ആര് പ്രസിഡന്റ് ആകണോ, ആര് സെക്രട്ടറി ആകണോ? വീടുകളിൽ മീറ്റിംഗ് കൂടുന്ന കാലഘട്ടമാണ്, ടൗണുകളിൽ മീറ്റിംഗ് കൂടുന്ന കാലഘട്ടമാണ്, അങ്ങാടിയിൽ മീറ്റിംഗ് കൂടുന്ന കാലഘട്ടമാണ്. എന്തിനാ? രാഷ്ട്രീയക്കാരെ പോലും നാണം കെടുത്തുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ പള്ളി ഭരിക്കാനോ, അല്ലാഹുവിന്റെ പള്ളി ഭരിക്കാനോ? നഊദു ബില്ലാഹ്. സ്ഥാനം ചോദിച്ചു വാങ്ങൽ അത് ഖൈറല്ല, അതിൽ ബറക്കത്ത്